നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളിന്റെ സിനിമ ബേബി ഗേള്, അയ്യോ ഇതുപോലെ ഒരു കാട്ടവരാധം വേറെയൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്തൊക്കെയോ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇറക്കുമ്പോൾ ഇതൊരു വിവാദമാകണം, അല്ലെങ്കിൽ ഇതൊരു ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു കാര്യമായിരിക്കണം, ഇല്ലെങ്കിൽ മനസ്സ് തട്ടുന്ന കാര്യമായിരിക്കണം, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നതായിരിക്കണം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ മുൻകൂട്ടി ധാരണ പ്രകാരമാണ് ഈ സിനിമ എഴുതിയതെങ്കിലും ഇത് തീരെ വർക്കൗട്ട് ആയില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഒരു ലോജിക്കും ഇല്ലാത്ത ഒരു സിനിമ എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരുത്തൻ കൈയിന്റെ മുന്നിൽ നിന്ന് പോയിട്ട് അതുപോലെ തന്നെ അവന്റെ മൊബൈൽ പിടിച്ചിട്ടോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്താന്നറിയാം. പക്ഷേ ഒരു വിവരവും ഇല്ലാത്ത കുറെ പോലീസുകാർ പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ശോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമാതിരി ശോകം ഇതിലെന്ന് പറഞ്ഞാൽ ആരൊക്കെ നല്ലതാക്കിയിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആരും നല്ലതാക്കിയിട്ടില്ല എന്നേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടൻ കുറച്ച് ഇപ്പൊ രണ്ടാമതൊന്ന് കയറി വരുന്നത് ഇതുപോലെയുള്ളവർക്ക് ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും പടുകുഴിയിലേക്ക് തന്നെ പോകും. ഉള്ള കാര്യം ഞാൻ പറയാലോ. ലിസ്റ്റ് സ്റ്റീഫനിൽ ഡേറ്റ് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുടങ്ങിപ്പോയ ഒരു സിനിമ എടുത്ത് ഇദ്ദേഹം റിലീസ് ചെയ്തിരുന്നു. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തുറമുഖം എന്ന് പറയുന്ന സിനിമ. അത് നഷ്ടം വന്നു. ആ നഷ്ടം തികത്താൻ വേണ്ടിയിട്ട് വേറൊരു ഊളപ്പാട് എടുക്കുന്നു. അതും നഷ്ടം വന്നു. ആ നഷ്ടം സഹിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പടം പിടിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതിന്റെ നഷ്ടം സഹിക്കാനും ഇനിയിപ്പോൾ വീണ്ടും ഫ്രീ ആയിട്ട് നിവിൻ പോളി ഒരു ഡേറ്റും കൂടി ലിസ്റ്റിന് നൽകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റും വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിവിൻ പോളിയോട് എനിക്ക് പറയാനുള്ളത്, അയാളുടെ പൈസ കൊടുത്ത് ഒഴിവാക്കിയിട്ട് അയാളുമായിട്ടുള്ള കമ്പനി അങ്ങ് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വളരെ മോശമായ സിനിമ എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇറക്കുന്നത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് മനുഷ്യന്മാരുടെ ഒരു 150 രൂപക്ക് ഒരു വിലയുമില്ലേ, മനുഷ്യന്മാരുടെ സമയത്തിനൊരു വിലയുമില്ലേ? ഇവരൊക്കെ എന്ന് പറഞ്ഞ് എന്തെങ്കിലും തോന്നിയതുപോലെ എടുത്തിട്ടിട്ട് ഒരു സിനിമ എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാവരും കാണുമ്പോൾ ഒരു ലോജിക് എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ആ ജാഫർ ഇടുക്കിനൊക്കെ കൊണ്ടുപോയിട്ട് ഞാൻ ഓർത്ത് എന്തെങ്കിലും അങ്ങേരെ കൊണ്ട് ജയിക്കും ചേച്ചി. എന്ത് ജയിക്കാൻ? ഒരു തേങ്ങ ഒരു പൊണ്ണാക്കും ചെയ്തിട്ടില്ല. ഇതിന്റെ എഡിറ്ററെ കണ്ടിട്ടാണെങ്കിൽ ഓടിച്ചിട്ട് അടിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എവിടെയൊക്കെയോ കൊണ്ടുപോയിട്ട് എന്തൊക്കെയോ ചേർത്ത് വെച്ചിരിക്കുന്നു. ഈ ലിസ്റ്റിന്റെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയട്ടോ, അതായത് ചെറിയൊരു ഉഡായിപ്പ് സിനിമകൾ തന്നെയാണ്. കാരണം ഒന്നാമത് ഇയാൾ നിർമ്മാതാവാണെങ്കിൽ അധികം പൈസയൊന്നും കൊടുക്കാറില്ല. അതായത് എല്ലാവരെയും ഫ്രീ ആയിട്ട് ജയിക്കാനോ നോക്കില്ലെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൃത്യമായിട്ട് പ്രതിഫലമോ കാര്യങ്ങളോ ഒക്കെ കൊടുക്കാതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് ആൾക്കാർ പോകുന്നത്. കൃത്യമായിട്ട് എഡിറ്റിംഗ് ഇല്ല, അല്ലെങ്കിൽ ഡയറക്ടർ ഇല്ല. പിന്നെ പല സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തതുപോലെ ജനങ്ങളെ കബളിപ്പിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബേബി ഗേൾ എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രമേയമൊക്കെ നല്ലതാണെങ്കിലും അത് ജനങ്ങളിലേക്ക് വേണ്ടത്ര എത്തിയിട്ടില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതുകൊണ്ട് ഇമാതിരി തോന്നിയവാസവുമായിട്ട് ഇനി വന്നിട്ട് ജനങ്ങളുടെ പൈസ കളയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. നിവിൻ പോളിയുടെ സിനിമയല്ലേ സർവമായ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം വരുന്ന സിനിമയാണ്, കോടികൾ അടിച്ച സിനിമയാണ് എന്നൊക്കെ കരുതിയിട്ട് തന്നെയാണ് എല്ലാവരും ഈ സിനിമയ്ക്ക് കയറിയത്. പക്ഷേ നിരാശ തന്നെയായിരുന്നു. ചിലപ്പോഴും നിങ്ങൾക്ക് മുടക്കിയ പൈസ കിട്ടാം. കാരണം എന്താ വെച്ചാൽ സർവമായ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ഒരു ഓളത്തിൽ ഈ സിനിമയും അങ്ങോട്ട് കയറിപ്പോകുമെന്ന് നിർമ്മാതാക്കൾ വിചാരിച്ചു. ഏതായാലും അവരുടെ വിജയം, ആ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആകാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ സിനിമയെ കയറിപ്പോകും. പക്ഷേ ജനങ്ങളോട് എന്താണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതൊന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തലയും പാലും ഇല്ലാത്ത ഒരു സിനിമ, അത് മാത്രമേ ഉള്ളൂ. ഇതിന്റെ കഥ എഴുതിയവനില്ല എൻ്റെ മോനെ, എൻ്റെ 150 റുപ്യ തന്നിട്ടില്ലെങ്കിൽ ഞാൻ അവനെ ശപിക്കുവാണെന്നുള്ള കാര്യം പറയുന്നതിന് എന്താ? അത്രമാത്രം ഊളക്കഥ, കട്ട അപരാധെന്നേ പറയാനുള്ളൂ. കഷ്ടമാണ്. നിവിൻ പോളിന്റെ അവസ്ഥ ആലോചിക്കുമ്പോഴേക്കും കരച്ചൽ വരുന്നത്. അങ്ങനെ കയറി വരാൻ വിടൂല ഇവന്മാർ കയറി വരാൻ. ഞാൻ പറഞ്ഞില്ലേ, നിവിൻ പോളി ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ഊളകളുടെ സിനിമയിൽ അഭിനയിക്കാതിരിക്കുക. ഊളകളായ ചില ആൾക്കാരുണ്ട്, അവർക്ക് ഡേറ്റ് നൽകാതിരിക്കുക. അവരുമായിട്ട് കമ്പനിയേ വേണ്ട. കാരണം നിവിൻ പോളി എന്ന് പറയുന്ന ഒരു നടനെ കുഴിയിൽ ചാടിക്കാൻ മാത്രം. ഇതിപ്പം നിവിൻ പോളി അഭിനയിച്ചിട്ടില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിവിൻ പോളി നോ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താ പറയുക, നമ്മളിൽ 150 റുപ്യ ലാഭം ഉള്ളൂ. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ എന്തെങ്കിലും ചില ആൾക്കാർ പറയുന്നത് ഫസ്റ്റ് ഹാഫ് നല്ലയാന്ന്, സെക്കൻഡ് ഹാഫ് എന്ത് തേങ്ങാക്കോല്ലേ ഇവർ പറയുന്നത്, എനിക്കറിയില്ല കേട്ടോ. അതുപോലെ തന്നെ വനിത എന്ന് പറയുന്ന തിയേറ്ററിൽ നിന്ന് ഒരു അഭിപ്രായം പോലും ജനങ്ങൾ കേൾക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം എന്താ അറിയാ, പൈസ കൊടുത്ത് പറയിക്കുന്നത് പോലെയാണ്. എന്താ വെച്ചാൽ ഇറങ്ങി വന്നവിടെ സൂപ്പർ കിടിലൻ
തകർത്തു ഓരോരാൾക്ക് ഓരോ ഡയലോഗ് കൊടുത്തിരിക്കുന്നത് അതേട്ടാ. ഒരാൾക്ക് കിടിലൻ, ഒരാൾക്ക് സൂപ്പർ, ഒരാൾക്ക് തമർത്തു, ഒരാൾക്ക് മറ്റേ നിവിൻ പോളി കത്തിച്ചു, ഒരാൾക്ക് മറ്റേ ലിസ്റ്റിന്റെ പിന്നെ ഇത് കത്തിച്ചു, മറ്റേത് കത്തിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിസ്റ്റും കയറിയിട്ട് ഒരു സീനിൽ അഭിനയിക്കുന്നുണ്ട്. എൻ്റെ മോനെ, ലിസ്റ്റിനെ നീ നിർമ്മിക്കുന്നതോ വലിയ കഷ്ടത്തിൽ, അഭിനയിക്കുവാന്ന് കൂടി പറഞ്ഞാൽ നിനക്കൊന്നും ചേരുന്ന പണിയല്ല എൻ്റെ മോനെ ലിസ്റ്റിനെ. കാരണം പൈസ കൊടുത്തിട്ടുണ്ട്, മറ്റേ ജനങ്ങളുടെ തലയിൽ കയറി ഇരുന്നിട്ട് ചെവി കടിക്കരുതെന്ന് എനിക്ക് ലിസ്റ്റിനോട് പറയാനുള്ളൂ. ഈയിടെയായിട്ട് ലിസ്റ്റിനായി പിന്നെ ഇറക്കുന്ന സിനിമകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശം സിനിമകൾ തന്നെയാണ്. ഒരു സിനിമ പോലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പറയും എന്നെ ടാർഗറ്റ് ചെയ്തിട്ടാണ്. എന്ത് ടാർഗറ്റ് ചെയ്യില്ലെന്ന് നിങ്ങൾ പറയുന്നത്? ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നല്ല സിനിമയാണെങ്കിൽ മനുഷ്യന്മാർ കയറും. ഇപ്പൊ സർവമായ എന്ന് പറയുന്ന സ്ഥലം അടിപൊളി സിനിമയല്ലേ? എന്തിനധികം എക്കോ എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടതല്ലേ? അതൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ കയറുന്ന സിനിമയാണ്. അതുപോലെയുള്ള സിനിമകൾ ഇറക്കും. ഇപ്പൊ ചത്ത പച്ച ഇന്നലെ ഇറക്കിയില്ലേ? ആ പിള്ളേരെയൊക്കെ ഒന്ന് പോയി കണ്ട് പഠിക്ക്, എങ്ങനെയാണ് സിനിമ ഇറക്കേണ്ടതെന്ന് അവരൊക്കെ പറഞ്ഞു തരും. അല്ലാതെ ഇവിടെ ഞാൻ കുറെ നാളായി കയ്യിൽ പോകാൻ തുടങ്ങുന്നത്, ഞാൻ കുറെ നാൾ പൃഥ്വിരാജിന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ കുറെ നാൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാലൊന്നും സിനിമ നന്നാകത്തില്ല. സിനിമ നന്നാകണമെങ്കിൽ അതിനെ പ്രയത്നിക്കണം, അതിനുള്ള ആൾക്കാർ വേണം, അതിന്റെ കൂടത്തിലുള്ള ആൾക്കാരൊക്കെ കട്ടക്ക് നിൽക്കണം. അപ്പോഴും മാത്രമേ സിനിമ നന്നാവുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇമാതിരി ഊളപ്പാട് എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ കയ്യടിയല്ലാതെ തരുക. നമ്മുടെ 150 ഉറുപ്പ്യാന്ന് പോയത്, അതൊന്നും മനസ്സിലാക്ക്. അതുകൊണ്ട് തന്നെ ഇനി ഇമാതിരി തോന്നിയവാസമായിട്ട് വരരുത്. ഇനി ഇതിന്റെ പേരിൽ ഇതിന്റെ ലാഭം എനിക്ക് തിരിച്ചു പിടിക്കണം എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളിയെ കൊണ്ട് അടുത്ത സിനിമ ചെയ്യിക്കാൻ താങ്കൾ നിൽക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം, അതായത് നിവിൻ പോളി താങ്കളുടെ അടിമ തന്നെയാണ്. നിവിൻ പോളി കഷ്ടകാലത്തിനാണ് താങ്കളോടെന്ന് പറഞ്ഞത് ആ തുറമുഖം എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തൊന്ന് റിലീസ് ചെയ്യണം, അതിന് എന്ത് നഷ്ടം വന്നു കഴിഞ്ഞാലും ഞാൻ നിങ്ങൾക്ക് പിന്നീട് ഡേറ്റ് തരുന്നതായിരിക്കുമെന്ന്. അത് കഷ്ടകാലത്തിനാണ് പറഞ്ഞു പോയത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു 2 ഗുണ്ടാന്ന് പൊട്ടിച്ചത്, ഇതിപ്പോഴും 3ാമത്തെ ഗുണ്ടങ്ങാറ്റ ലിസ്റ്റും പൊട്ടിച്ചതെന്ന് ഞാൻ പറയുള്ളൂ. അമ്മാതിരി തൊട്ടിപ്പാട് എടുക്കരുത്. ആർക്ക് വേണ്ടിയിട്ട്? തിയേറ്ററിൽ കിടന്ന് ഉറങ്ങാനാ? 150 രൂപ കൊടുത്തിട്ട് അവിടെ കിടന്ന് ഉറങ്ങുക. എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? എന്തെങ്കിലും ഒരു ഇത് വേണ്ടേ? ആദ്യത്തെ ഇതൊക്കെ കണ്ടിട്ട് ഞാനോർത്ത് ഈ പടം ഭയങ്കര ഇതായിരിക്കും എന്തോന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ലോജിക്കും ഇല്ലാത്ത സാധനം. എൻ്റെ കയ്യിൽ 30 ലക്ഷം ഉണ്ടെന്ന് ആരാ പറഞ്ഞത്? ഇതെന്താ ഇത്? ബെൻസ് ബില്ല് 2 കോടി ഉറുപ്പ്യൻ്റെ ബെൻസിൽ പോകുന്നവരാ പറയുന്നത് എൻ്റെ കയ്യിൽ 30 ലക്ഷം ഉണ്ട് എന്ന്. ഇവൻ എങ്ങനെയാ മനസ്സിലാക്കിയത് എന്ന് മനസ്സിലാക്കുങ്ങൾ. അമ്മാതിരിയുള്ള ഡയലോഗുകൾ. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരുച്ചന് ചേസ് ചെയ്ത് പിന്നെ എന്താ പറയുക, അവൻ മുകളിൽ നിന്ന് ചാടുന്നു, കുറെ ഇംഗ്ലീഷ് പടമാക്കുന്നു. കുറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ റിവ്യൂട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് അയാൾ പറഞ്ഞു കൊടുത്തത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മമ്മൂട്ടിൻ്റെ സിനിമ ഉണ്ടല്ലോ, മിഷൻ 90 ഡേയ്സ്, മേജർ രവിൻ്റെ, അതിൻ്റെ അകത്തുള്ള കുറെ സീനുകൾ ചെവിയിലെല്ലാം മറ്റേ കുന്താണം വെച്ചിട്ട് ഈ ഒരു യുഗത്തിലും ഇങ്ങനെയുള്ള മനുഷ്യന്മാരുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. അതായത് ചെവിയിലും മറ്റേതിലും വെച്ചിട്ട് ഒരു പീറ ചെറുക്കനെ പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടാപ്പട്ടത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് നേരെ ചെന്ന് കയറിയിട്ട് പിടിക്കുവാന്നല്ലാതെ എന്നിട്ട് എന്തോന്നടേ ഇത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും പുരോഗതി നമ്മുടെ നാട്ടിന് വന്നിട്ട് സിനിമാക്കാർക്ക് മാത്രം ഇതൊന്നും മനസ്സിലാകുന്നില്ലേ? ഇതെല്ലാം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആൾക്കാർക്ക് ദഹിക്കോടെ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ വന്ന് ഇപ്പോഴത്തെ ആൾക്കാർ കൂവൂലേ? ഇതിനാണ് മക്കളെ ക്രിഞ്ച് എന്ന് പറയുന്നത്. ക്രിഞ്ചല്ല, ക്രിഞ്ചാണെന്നേ ഞാൻ പറയുള്ളൂ. കോക്ക് വരുന്നുണ്ട്, കോക്ക് പോയിട്ടുണ്ടായിരുന്നു, നിങ്ങളെയൊക്കെ ഇടപാട് തീർക്കുന്ന എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ 150 രൂപ മുടക്കാൻ പോകുന്നവരോട് നിങ്ങളൊന്ന് ചിന്തിച്ചോ കേട്ടാ, ഇതിന് 150 രൂപക്കുള്ള മുതലുണ്ടോന്ന്. വെറുതെ എന്തിനാ നമ്മളെ പൈസ കളിയുന്നത്? ബൈ ബൈ.